വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ കൈയൊഴിഞ്ഞ വിനോദസഞ്ചാര വകുപ്പ്. കരാർ കമ്പനിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ അപകടങ്ങൾക്ക് കാരണമെന്നായിരുന്നു വകുപ്പിന്റെ വാദം. അധികൃതരുടെ അനാസ്ഥ കാരണവും മുന്നറിയിപ്പില്ലാത്തതും കൊണ്ടാണ് അപകടത്തിന് വഴിവെച്ചതെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് വിനോദസഞ്ചാര വകുപ്പ് മൗനം പാലിക്കുന്നത്. തീരദേശ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഒരു സുരക്ഷാ മുന്നൊരുക്കവുമില്ലാതെയാണ് വർക്കല പാപനാശം ബീച്ചിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. അപകടങ്ങൾ നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ബ്രിഡ്ജ് തകരാനുള്ള കാരണം എന്തെന്ന അനാസ്ഥ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും വകുപ്പ് പരിശോധിക്കുന്നില്ല. സംഭവം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ വകുപ്പ് ഡയറക്ടർ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ തുടരന്വേഷണത്തിനും മറ്റു നടപടികൾക്കോ നിർദ്ദേശം നൽകിയില്ല. ഉത്തരവാദിത്ത ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. സംസ്ഥാനത്തെ ബീച്ചുകളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാനായി കോടിക്കണക്കിന് രൂപയാണ് വിനോദസഞ്ചാര വകുപ്പ് ചെലവഴിച്ചത്. വിനോദസഞ്ചാര വകുപ്പിന്റെ അഴിമതികളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. എങ്കിലും മന്ത്രിയോ അധികൃതരോ കണ്ടില്ലെന്നാണ് നടിച്ചത്. വർക്കല നഗരസഭയും അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉപയോഗമില്ലാതെ ഇപ്പോഴും തീരത്ത് അവശേഷിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.